ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി വൈസ് പ്ലസ്. നേഴ്സിംഗ് എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചില മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരള PSC നടത്തിയിട്ടുള്ള വിവിധ എക്സാമുകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? സൈക്കാട്രിയെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി നേരിടുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും ആ മാനസിക പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചും അതിന് ഏതൊക്കെ തരത്തിലുള്ള പ്രിവെൻഷൻസ് യൂസ് ചെയ്യാം, ഡ്രഗ്സ് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? സോ ഒരു 10 ചോദ്യം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ ചോദ്യം എല്ലാം PYQ ആണ്. ഡിസ്റ്റർബൻസ് ഇൻ മോട്ടോർ ബിഹേവിയർ ഈസ് എ ടിപ്പിക്കൽ ഫീച്ചർ ഇൻ. ഒരു വ്യക്തിയിലുണ്ടാകുന്ന ചലനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏത് കാറ്റഗറിയിലുള്ള പ്രശ്നമാണ്? അപ്പോൾ താഴെ സ്കിസോഫ്രീനിയയുടെ പല ടൈപ്സ് പറയുന്നിട്ടുണ്ട്. ഇതിൽ എവിടെയാണ് ഒരു വ്യക്തിക്ക് ചലന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്? സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ചലനപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ടേം കാറ്ററ്റോണിക് എന്നാണ്. കാറ്ററ്റോണിക് അത് തന്നെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ സിയിൽ മാത്രമേ ആ ഒരു ടേം ഉള്ളൂ. കാറ്ററ്റോണിക് എന്ന് പറയുന്ന ടേം അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ. ദെൻ ഓപ്ഷനിൽ മറ്റു ചില സ്കിസോഫ്രീനിയ ടൈപ്പ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പാരനോയിഡ് സ്കിസോഫ്രീനിയ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ ക്യാരക്ടറൈസ്ഡ് ബൈ പ്രൊമിനൻറ്റ് ഡെല്യൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ്. ഡെല്യൂഷനും ഹാലൂസിനേഷനും അല്ലെ, ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിശ്വാസമാണ് ഡെല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ കാണാത്തത് കണ്ടു, കേൾക്കാത്തത് കേട്ടു എന്ന തോന്നലാണ്. സോ ഇവിടെ കൂടുതലായിട്ട് ഓഡിറ്ററി ഹാലൂസിനേഷനാണ് ഉണ്ടാവുക. ഓഡിറ്ററി ഹാലൂസിനേഷൻ, ഡെല്യൂഷനൊക്കെയാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ ഉണ്ടാവുക. ദെൻ ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിൽ പ്രശ്നം ഉണ്ടാകും, പെർസെപ്ച്വൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതാണ് പാരനോയിഡ് സ്കിസോഫ്രീനിയയുടെ പ്രത്യേകതകൾ. ദെൻ ഹെബിഫ്രീനിയ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡിസ്ഓർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ. ഡിസ്ഓർഗനൈസ്ഡ് സ്കിസോഫ്രീനിയയുടെ പേരാണ് ഹെബിഫ്രീനിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഔട്ട്ഡേറ്റഡ് ടേം ഫോർ എ സബ് ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ ക്യാരക്ടറൈസ്ഡ് ബൈ ഹയോട്ടിക് തിങ്കിങ് ആൻഡ് ബിഹേവിയർ. എപ്പോഴും കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകളും സ്വഭാവങ്ങളും ആയിരിക്കും ഈ ഒരു ഡിസ്ഓർഗനൈസ്ഡ്, ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത തരത്തിലുള്ള ചിന്തകളും പെരുമാറ്റങ്ങളും. ഇറ്റ് ഈസ് ടിപ്പിക്കലി ഡയഗ്നോസ്ഡ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 50 and 25. 15 വയസ്സ് മുതൽ 25 വരെയുള്ള വയസ്സിനിടയിലാണ് ഹെബിഫ്രീനിയ എന്ന് പറയുന്ന ഈ ഒരു ഡിസോർഡർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഡിസ്ഓർഗനൈസ്ഡ് സ്കിസോഫ്രീനിയയും ഹെബിഫ്രീനിയയും സെയിം ആണ്. നമ്മുടെ ചോദ്യത്തിൽ ഡിസ്ഓർഗനൈസ്ഡ് സ്കിസോഫ്രീനിയ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് ഒരു അടുക്കും ചിട്ട ഉണ്ടാവില്ല. അടുക്കും ചിട്ട ഉണ്ടാകാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ ആയിരുന്നു നമ്മുടെ ആൻസർ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ ക്യാരക്ടറൈസ്ഡ് ബൈ പീരീഡ്സ് ഓഫ് ഇമ്മൊബിലിറ്റി, സ്റ്റ്യൂപ്പ്. ഇവിടെ ചലന സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. ഒന്നെങ്കിൽ ചലനം സ്റ്റക്കായി പോകും, അല്ലെങ്കിൽ ചലനം കൂടും, അല്ലേ? ഒന്നെങ്കിൽ ഇമ്മൊബിലിറ്റിയും സ്റ്റൂപ്പർ, ചലനം സ്റ്റക്കാകുന്ന അവസ്ഥ, അല്ലെങ്കിലോ എക്സസീവ് മോട്ടോർ ആക്ടിവിറ്റി കൂടുന്നു. അലോങ് വിത്ത് സിംറ്റംസ് ലൈക്ക് മ്യൂട്ടിസം, എക്കോലാലിയ, വാക്സി ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. മ്യൂട്ടിസം, ഒരു അവസ്ഥയിൽ സ്റ്റക്കായി പോവുക. എക്കോലാലിയ, ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക, അതാണ് എക്കോലാലിയ. ദെൻ വാക്സി ഫ്ലെക്സിബിലിറ്റി, ഒരു നിശ്ചിത പോസ്റ്ററിൽ സ്റ്റക്കായി പോകുന്ന അവസ്ഥയാണ്, അല്ലെ മെഴുക് പോലെ സ്റ്റക്കായി പോകുന്ന അവസ്ഥയാണ് വാക്സി ഫ്ലെക്സിബിലിറ്റി. ഇതെല്ലാം കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ അടുത്ത ഓപ്ഷനാണ് റെസ്യൂജൽ സ്കിസോഫ്രീനിയ. റെസ്യൂജൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ആൻ ഇനിഷ്യൽ സൈക്കോട്ടിക് എപ്പിസോഡ് ദ ഇൻഡിവിജ്വൽ നോ ലോങ്ങർ എക്സ്പീരിയൻസസ് prominent positive symptoms like delusions or hallucinations. സ്കിസോഫ്രീനിയയ്ക്ക് പോസിറ്റീവ് സിംറ്റംസും ഉണ്ട്, നെഗറ്റീവ് സിംറ്റംസും ഉണ്ട്. ഈ ഹാലൂസിനേഷൻ, ഡെലൂഷൻ പോലുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള സിംറ്റംസ് ആണ്. നെഗറ്റീവായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ ബ്ലണ്ട്, യാതൊരു വിധത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാകാതെ വരിക, ആൾ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നതാണ് നെഗറ്റീവ് സിംറ്റംസ്. അപ്പോൾ നെഗറ്റീവ് സിംറ്റംസിലേക്ക് പോകുന്നതാണ് റെസ്യൂജൽ സ്കിസോഫ്രീനിയ. അപ്പോൾ സ്കിസോഫ്രീനിയയ്ക്ക് പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഹാലൂസിനേഷൻ, ഡെലൂഷനൊക്കെ പോസിറ്റീവ് സിംറ്റമാണ്. നെഗറ്റീവ് സിംറ്റംസിൽ വരുന്ന സമയത്ത് ആൾക്കൊന്നും ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവില്ല. നെഗറ്റീവ് സിംറ്റംസിൽ എന്തൊക്കെ വരും? സോഷ്യൽ വിഡ്രോയൽ, സാമൂഹിക അവസ്ഥയിൽ നിന്നും ആൾ വിഡ്രോ ചെയ്യും. ഇമോഷൻസ് ഫ്ലാറ്റ് എഫക്റ്റ് ആയിരിക്കും.
ലാക്ക് ഓഫ് മോട്ടിവേഷൻ, കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവില്ല, കോൺസെൻട്രേഷന് ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം നെഗറ്റീവ് സിംറ്റംസ് ആണ്. സെറ്റല്ലേ? ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോൺ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കായിട്ട് വരുന്നത്? ഈ നോൺ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ഒരു സാധനമാണ്. പല ആളുകളും അശ്രദ്ധ കൊണ്ടാണ് തെറ്റിക്കുന്നത്. തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് വേണ്ടത്, അല്ലേ? തെറാപ്പറ്റിക് ഒരു നേഴ്സിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ, ചികിത്സയ്ക്ക് വേണ്ടത് തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷനാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് നോൺ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോൺ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന്. ഓപ്ഷൻ എയിൽ തന്നെ ഉത്തരം കിടപ്പുണ്ട്, സിംപതി. നമുക്കൊരിക്കലും നമ്മുടെ പേഷ്യൻറ്റിനോട് സിംപതി തോന്നാൻ സിംപതി നമുക്ക് പലപ്പോഴും പ്രശ്നമായിട്ട് വരും കേട്ടോ. പാടില്ല എന്നല്ല, ഒരു മനുഷ്യ സഹജമായിട്ടുള്ള സിംപതി തോന്നും. പക്ഷേ ഒരു തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് സിംപതി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജോലിയെ ബാധിക്കുന്നു. സോ സിംപതി തെറാപ്പറ്റിക് അല്ല, നോൺ തെറാപ്പറ്റിക് ആണ്. ഹ്യൂമർ നമുക്കാകാം, നമുക്ക് ആ ഒരു റാപ്പോ, പേഷ്യൻറ്റുമായിട്ടുള്ള റാപ്പോയ്ക്ക് നല്ലതാണ് ഹ്യൂമർ. ദെൻ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു അവ്യക്തത വന്നാൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം, വോയിസിങ് ഡൗട്ട്. ദെൻ സൈലൻസ്, അവർ പറയുമ്പോൾ നമ്മൾ നിശബ്ദമായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ അവർക്ക് പറയാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ബിയും സിയും ഡിയും ഒക്കെ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷനാണ്. എ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ അല്ല. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ. തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് സ്പെസിഫിക് ടെക്നിക്സ് യൂസ്ഡ് ബൈ പ്രൊഫഷണൽസ് എസ്പെഷ്യലി ഇൻ ഹെൽത്ത് കെയർ. പ്രത്യേകിച്ച് ഹെൽത്ത് കെയറിലെ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ടു ബിൽഡ് റാപ്പോ ആൻഡ് ഫോസ്റ്റർ ട്രസ്റ്റ് വിത്ത് പേഷ്യൻസ്. രോഗികളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും അവരിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുമാണ് തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇനേബിളിംഗ് ദം ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്ലോർ ദെയർ കൺസേൺസ്. അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ കൺസേൺസ് എന്താണെന്ന് തിരിച്ചറിയാനും ഈ ഒരു ടെക്നിക്ക് സഹായിക്കുന്നു. സോ ദീസ് ടെക്നിക്സ് എയിം ടു ക്രിയേറ്റ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഫോർ പേഷ്യൻസ് ടു എക്സ്പ്രസ് ദംസെൽസ് ആൻഡ് റിസീവ് ഗൈഡൻസ്. പലപ്പോഴും പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകാനും ഒരു സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനും ഈ ടെക്നിക്സ് സഹായിക്കുന്നു. ദെൻ പ്രധാനപ്പെട്ട തെറാപ്പറ്റിക് ടെക്നിക്സ് കേട്ടോ, തെറാപ്പറ്റിക് ടെക്നിക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, ആക്റ്റീവ് ലിസണിങ്, പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. പേയിങ് ക്ലോസ് അറ്റൻഷൻ ടു ദ പേഷ്യൻസ് വേർഡ്സ്, പേഷ്യൻ്റ് പറയുന്നത് വളരെ നന്നായിട്ട് കേൾക്കുക. ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക, നോൺ വെർബൽ ക്യൂസ് ശ്രദ്ധിക്കുക. അവർ പറയുന്ന മെസ്സേജ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ആക്റ്റീവ് ലിസണർ ആകണം. ദെൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കേട്ടോ. ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓപ്പൺ എൻഡ് ആയിരിക്കണം. അവർക്ക് ഉത്തരമായിട്ട് യെസ് ഓർ നോ അല്ലെങ്കിൽ ഓപ്ഷൻ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ കൊടുക്കരുത്. ആസ്കിങ് ക്വസ്റ്റ്യൻസ് ദാറ്റ് എൻകറേജ് ഡീറ്റെയിൽഡ് റെസ്പോൺസ്, അവർക്ക് വിശദമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് അലൗ പേഷ്യൻസ് ടു എക്സ്പ്ലോർ ദെയർ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്. അല്ലെ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കൊടുത്താലാണ് അവർക്ക് അവരുടെ മനസ്സിലുള്ളത് നമ്മളോട് തുറന്നു പറയാൻ കഴിയുന്നത്. ദെൻ ക്ലാരിഫിക്കേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡൗട്ട്, അല്ലേ, ഡൗട്ട് ചോദിക്കുക, അതാണ് ക്ലാരിഫിക്കേഷൻ. ആസ്കിങ് ഫോർ ക്ലാരിഫിക്കേഷൻ വെൻ സംതിങ് ഈസ് അൺക്ലിയർ ടു എൻഷുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രിവെൻറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് വന്നു കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്യാം, അല്ലേ. നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതിന് വേണ്ടി ക്ലാരിഫിക്കേഷൻ അഥവാ ഡൗട്ട് ചോദിക്കാം. ദെൻ സമ്മറൈസേഷൻ, ബ്രീഫ്ലി സമ്മറൈസിങ് കീ പോയിന്റ്സ് ടു റീഇൻഫോഴ്സ് ഇൻഫർമേഷൻ ആൻഡ് എൻഷുവർ അണ്ടർസ്റ്റാൻഡിങ്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് അതിൻ്റെ കീ പോയിന്റുകൾ രേഖപ്പെടുത്തി വെക്കുക. അത് കൃത്യമായിട്ടും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതിന് അത് നല്ലതാണ്. ദെൻ റിഫ്ലക്ഷൻ, റിഫ്ലക്റ്റിംഗ് ബാക്ക് ടു ദ പേഷ്യൻറ്റ് ദെയർ ഓൺ ഫീലിംഗ്സ് ഓർ തോട്ട്സ് ടു ഹെൽപ്പ് ദം ഗെയിൻ ഇൻസൈറ്റ്. ഒരു പേഷ്യൻ്റ് അവനിലുണ്ടാകുന്ന ഫീലിങ്സും തോട്ട്സും നമ്മളോട് പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ നിനക്കുണ്ടാകുന്ന തോട്ട്സ്, നിൻ്റെ ഫീലിങ്സ് ഇന്നതാണ് എന്ന് അവർക്ക് ഒരു റിഫ്ലക്ഷൻ കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നതാണ്. ഒരു ഇൻസൈറ്റ് ഉണ്ടാകാൻ അത് നല്ലതാണ്. ദെൻ സൈലൻസും നല്ലതാണ്. യൂസിങ് സൈലൻസ് അപ്രോപ്രിയേറ്റ്ലി ടു അലൗ പേഷ്യൻസ് ടൈം ടു പ്രോസസ് ഇൻഫർമേഷൻ ഓർ റെസ്പോണ്ട് വിതൗട്ട് പ്രഷർ. ഒരു പ്രഷർ ഇല്ലാതെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നൽകാൻ സൈലൻസും നല്ലതാണ്. ദെൻ വാലിഡേഷൻ, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അക്നോളജിങ് ആൻഡ് വാലിഡേറ്റിംഗ് ദ പേഷ്യൻസ് ഫീലിംഗ്സ് ആൻഡ് എക്സ്പീരിയൻസ്, പേഷ്യൻസിൻ്റെ ഫീലിംഗ്സും എക്സ്പീരിയൻസും നമ്മൾ അക്നോളജ് ചെയ്യുക. അവർ പറയുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമ്മൾ എന്ത് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക. ദെൻ പാരഫ്രൈസിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് റീസ്റ്റേറ്റ് ചെയ്യുക.
റീസ്റ്റേറ്റിംഗ് ദ പേഷ്യൻസ് വേർഡ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ് ടു എൻഷുർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷോ എംഫതി. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ പറഞ്ഞ കാര്യങ്ങൾ നീ ഇന്നതല്ലേ പറഞ്ഞത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യുന്നതിനാണ് പാരഫ്രൈസിങ് എന്ന് പറയുന്നത്. ദെൻ യൂസിങ് ടച്ച് ചെയ്യാം. എങ്ങനത്തെ ടച്ച്? പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റോടുകൂടി ഒരു നല്ല റാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള, ഒരു പ്രൊഫഷണൽ റാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ടച്ച്. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് കംഫർട്ടിംഗ് ടച്ച് വിത്ത് പേഷ്യൻസ് കൺസെൻറ്റ് ടു ബിൽഡ് എ റാപ്പോ ആൻഡ് കൺവേ കെയർ. ദെൻ ഒബ്സർവേഷൻസ് ഷെയർ ചെയ്യാം. ഷെയറിങ് ഒബ്സർവേഷൻസ് ഷുഡ് അബൌട്ട് പേഷ്യൻസ് ബിഹേവിയർ ഓർ അപ്പിയറൻസ് ടു ഓപ്പൺ അപ്പ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒബ്സർവേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാം, നിരീക്ഷണങ്ങൾ ഷെയർ ചെയ്യാം. എംപതിയും സിമ്പതിയും രണ്ടാണ്. നമുക്ക് സിമ്പതി നമുക്ക് പാടില്ല. ഷെയറിങ് എംപതി, ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ആക്സെപ്റ്റ് ദ പേഷ്യൻസ് ഫീലിംഗ്. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന തരത്തിൽ എംപതി ഷെയർ ചെയ്യാം. അനുതാപം, സഹതാപം വേറെയാണ്, അനുതാപം വേറെയാണ്. സഹതാപം വേണ്ട, സിമ്പതി വേണ്ട, എംപതിയാണ് വേണ്ടത്. ദെൻ യൂസിങ് ഹ്യൂമർ, നർമ്മം യൂസ് ചെയ്യാം. യൂസിങ് ഹ്യൂമർ അപ്രോപ്രിയേറ്റ്ലി ടു ബിൽഡ് റാപ്പോ, നല്ല റാപ്പോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹ്യൂമർ നല്ലതാണ്. ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. സെറ്റല്ലേ? ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. എ ഫോം ഓഫ് തോട്ട് ഇൻവോൾവിംഗ് പ്രീ ഓക്കുപ്പിംഗ് വിത്ത് ഇന്നർ വേൾഡ് ആൻഡ് ലാക്ക് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി ഈസ് കാൾഡ്. ഒരാൾ അയാളുടെ തന്നെ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങുക, അയാൾക്ക് റിയാലിറ്റിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുക, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ ഓട്ടിസ്റ്റിക് തിങ്കിങ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. ഓട്ടിസ്റ്റിക് തിങ്കിങ് ഓട്ടിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അയാൾ അയാളുടേതായിട്ടുള്ളൊരു ലോകത്തായിരിക്കും, റിയാലിറ്റിയുമായിട്ടുള്ള ബന്ധം അയാൾക്ക് നഷ്ടമാകുന്നു. ദെൻ അടുത്ത ചോദ്യം, ഇറാഷണൽ ഫിയർ ഓഫ് ബീങ് അവേ ഫ്രം ഫെമിലിയർ പ്ലേസ് ഈസ് ടേംഡ് ആസ്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് പോകാൻ പേടി, അഥവാ നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പേടി, അതിനെ നമ്മൾ പറയുന്നത് അഗറോഫോബിയ. ഓപ്ഷൻ ബി ആണ് അഗറോഫോബിയ. സോ ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറാഷണൽ ഫിയർ അല്ലെ, ഇറാഷണൽ ഫിയറിനെയാണ് കണ്ടോ ന്യായീകരിക്കാൻ പറ്റാത്ത, അഥവാ പേടിയുണ്ടാകേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തോട് പേടിയുണ്ടാകുന്നതിനാണ് ഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഫോബിയ ഉണ്ട്. അത്തരത്തിൽ ചില ഫോബിയാസ് മാത്രം ഒന്ന് പറയുകയാണ്. ഫിയർ ഓഫ് ഹൈറ്റ്സ്, ഉയരത്തിൽ നിൽക്കുന്നതിനെ പേടി, അതിനെ നമ്മൾ പറയുന്നത് ആക്രോഫോബിയ. എയറോഫോബിയ, പറക്കുന്നതിനെ പേടി, ഫ്ലൈയിങ് അല്ലെ, എയറോ, ഫ്ലൈയിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് എയറോ, പറക്കാൻ പേടി. അമക്സോഫോബിയ, ഫിയർ ഓഫ് ഡ്രൈവിംഗ്, വാഹനം ഓടിക്കാൻ പേടി, അതിന് നമ്മൾ പറയുന്നത് അമക്സോഫോബിയ. ദെൻ വെള്ളത്തെ പേടി, അക്വ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ സൂചിപ്പിക്കുകയാണ് അല്ലെ, അക്വ, ഫിയർ ഓഫ് വാട്ടർ, വെള്ളത്തെ പേടി. ദെൻ അരിച്നോഫോബിയ, ഫിയർ ഓഫ് സ്പൈഡേഴ്സ്, ചിലന്തിയെ പേടി. ദെൻ ആസ്ട്രോഫോബിയ, ഫിയർ ഓഫ് സ്റ്റോംസ്, കാറ്റിനെ പേടിക്കുന്നതിന് ആസ്ട്രോഫോബിയ എന്നാണ് പറയുന്നത്. ദെൻ ക്ലസ്ട്രോഫോബിയ, ഫിയർ ഓഫ് കൺഫൈൻഡ് ഓർ ടൈറ്റ് സ്പേസസ്, ഇടുങ്ങിയ സ്ഥലത്ത്, അടച്ചിട്ട സ്ഥലത്ത് നിൽക്കുന്നതിനുള്ള പേടിയാണ് ക്ലസ്ട്രോഫോബിയ. ദെൻ ഡെൻറ്റോഫോബിയ, ഡെൻറ്റിസ്റ്റിനെ പേടി കേട്ടോ, ഡെൻറ്റിസ്റ്റിനെ പേടിയാണ്, ഫിയർ ഓഫ് ഡെൻറ്റോഫോബിയ. ദെൻ ഗ്ലോസോഫോബിയ, പബ്ലിക് സ്പീക്കിങ്ങിനോടുള്ള പേടി, പൊതുവിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ഇവർക്ക് കഴിയില്ല, ഗ്ലോസോഫോബിയ ആണ്. ദെൻ ഹെമോഫോബിയ, രക്തത്തെ പേടി, ഹെമോ രക്തം എന്ന അർത്ഥത്തിനാണ് അല്ലേ. ദെൻ മോനോഫോബിയ, ഫിയർ ഓഫ് ബീയിങ് അലോൺ, ഒറ്റയ്ക്കാകുന്നതിനെ പേടിക്കുന്നതാണ് മോനോഫോബിയ. ദെൻ മൈസോഫോബിയ, ഫിയർ ഓഫ് ജേംസ്, അണുക്കളെ പേടിക്കുന്നതിനാണ് മൈസോഫോബിയ എന്ന് പറയുന്നത്. ദെൻ നോസ്കോമോഫോബിയ, ഹോസ്പിറ്റലിനെ പേടി, നോസ്കോമോഫോബിയ, ഹോസ്പിറ്റൽസിനെ പേടി. ദെൻ നെക്ടോഫോബിയ, ഇരുട്ടിനെ പേടി, ഫിയർ ഓഫ് ഡാർക്ക്, ഇരുട്ടിനെ പേടിക്കുന്നതിനാണ് നെക്ടോഫോബിയ എന്ന് പറയുന്നത്. ദെൻ ഓർണിത്തോഫോബിയ, പക്ഷികളെ പേടി, ഫിയർ ഓഫ് ബേർഡ്സ്, പക്ഷികളെ പേടിക്കുന്നതിനാണ് ഓർണിത്തോഫോബിയ. ദെൻ ഫിയർ ഓഫ് ഗോസ്റ്റ്, പ്രേതത്തെ പേടിക്കുന്നത്, ഫാസ്മോഫോബിയ. ദെൻ ട്രൈപാനോഫോബിയ, ഫിയർ ഓഫ് ഇൻജെക്ഷൻ, കുത്തിവെക്കാൻ അല്ലെ, ഇൻജെക്ഷൻ എടുക്കാനുള്ള പേടി, ട്രൈപാനോഫോബിയ. ദെൻ സൂഫോബിയ, ഫിയർ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ പേടി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, നോൺ സ്റ്റിമുലന്റ് ഡ്രഗ് വിത്ത് നോർഎപ്പിൻഫ്രൈൻ റിബ്യൂട്ടേക്ക് ഇൻഹിബിറ്റിംഗ് ആക്ഷൻ ആൻഡ് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ADHD. ADHDയുടെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിമുലന്റ് ഡ്രഗ്, നമുക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന ഡ്രഗ്സ് ഉണ്ട്, നോൺ സ്റ്റിമുലന്റ് ഡ്രഗ് ഉണ്ട്. അപ്പോൾ ADHDയുടെ ചികിത്സയ്ക്ക് യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിമുലന്റ് ഡ്രഗ് ഏതാണ്? പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കുക. അറ്റമോക്സെറ്റൈൻ ആണ്
പഠിച്ചു വെക്കുക. സോ അറ്റമോക്സിഡൈൻ ഈസ് എ സെലക്റ്റീവ് norepinephrine ributake inhibitor. This means it specially blocks the reabsorption of norepinephrine in the brain. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സെലക്റ്റീവ് norepinephrine ributake inhibitor കൊണ്ടുള്ള ഉദ്ദേശം ഇത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനിലെ നോറോപൈൻഫ്രൈനിൽ ഉണ്ടാകുന്ന റീഅബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യുന്നു. ദെൻ ഇൻക്രീസിങ് ഇറ്റ്സ് അവൈലബിലിറ്റി ഇൻ ദ സിനാപ്സ്, നമ്മുടെ സിനാപ്സിൽ, നമ്മുടെ ന്യൂറോൺസിൽ സിനാപ്സിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കൂട്ടുന്നു. സോ ദിസ് ആക്ഷൻസ് ഹെൽപ്പ് ഇംപ്രൂവ് അറ്റൻഷൻ. ഇത് കാരണമായിട്ട് നമുക്ക് ശ്രദ്ധ ഉണ്ട്. ADHDക്കാർക്ക് വരുന്ന പ്രശ്നം അറ്റൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത് കാരണം നമുക്ക് അറ്റൻഷൻ കിട്ടുന്നു, ഫോക്കസ് ഉണ്ടാകുന്നു, ഇമ്പൾസ് കൺട്രോൾ ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? ഒരു ADHDക്കാരന് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ ആറ്റമോക്സിഡൈൻ എന്ന് പറയുന്ന നോൺ സ്റ്റിമുലന്റ് ഡ്രഗ് സഹായിക്കുന്നു. ഇനി എന്താണ് നോൺ സ്റ്റിമുലന്റ് മെഡിക്കേഷൻസ് എന്ന് ചോദിച്ചാൽ ADHDക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിമുലന്റ് മെഡിക്കേഷൻസ് ആണ് ആറ്റമോക്സിഡൈൻ, സ്ട്രാറ്ററ അഥവാ സ്ട്രാറ്ററ, ക്ലോണിഡൈൻ, കാപ്വേ, ഗ്യൂനോഫെസൈൻ. ഇതെല്ലാം ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിമുലന്റ് മെഡിക്കേഷൻസ് ആണ്. സ്റ്റിമുലന്റ് മെഡിക്കേഷൻസ് ഉണ്ട്, പക്ഷേ സ്റ്റിമുലന്റ് മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ആളുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കും, അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ അല്ലേ? ദെൻ ദിസ് മെഡിക്കേഷൻസ് അലോങ് വിത്ത് വാലോക്സിഡൈൻ and certain antidepressants work by increasing norepinephrine levels in the brain which helps with focus and attention. അപ്പോൾ ഈ പറയപ്പെട്ട മെഡിസിൻസും അതോടൊപ്പം തന്നെ വയലോക്സൈൻ പോലുള്ള ചില ആൻറ്റി ഡിപ്രസൻ്റ് ഏജൻറ്റും യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാനും അറ്റൻഷൻ ഉണ്ടാക്കാനും സഹായിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റൊരു മെഡിസിനാണ് മീഥൈൽഫെനിഡേറ്റ്. ഇതും നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിന് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇറ്റ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് കോൾഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻസ്. ഇത് സ്റ്റിമുലന്റ് ഡ്രഗാണ്, നമുക്ക് നോൺ സ്റ്റിമുലന്റ് ഡ്രഗാണ് വേണ്ടത്. സോ ഓപ്ഷനിലുള്ള മീഥൈൽഫെനിഡേറ്റ് അതൊരു സ്റ്റിമുലന്റ് ഡ്രഗാണ്. ദെൻ മീഥൈൽഫെനിഡേറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു ട്രീറ്റ് നാർക്കോലെപ്സി. നാർക്കോലെപ്സി എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ഡിസയർ ഫോർ സ്ലീപ്പ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കം വരും, അറിയാതെ ഉറക്കം വരുന്നതിനാണ് നാർക്കോലെപ്സി. അപ്പം നാർക്കോലെപ്സിയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് മീഥൈൽഫെനിഡേറ്റ്. അപ്പോൾ ഉറക്കം, അമിതമായിട്ടുള്ള ഉറക്കം, നമ്മൾ പറയാറുണ്ട് സ്ലീപ്പിംഗ് അറ്റാക്ക്, പെട്ടെന്ന് അങ്ങ് ഉറക്കത്തിലേക്ക് പോവുക, ആ ഒരു അസുഖം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് മീഥൈൽഫെനിഡേറ്റ് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ ഓപ്ഷനിലുള്ള മറ്റൊരു പേരാണ് dextroamphetamine. It is a potent central nervous system stimulant and antiemitter of amphetamine that is used in the treatment of attention deficit hyperactivity disorder and narcolepsy. സോ ഇതെല്ലാം സ്റ്റിമുലൻറ്റ് ഡ്രഗ്സ് ആണ്. ADHDക്ക് യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ സ്റ്റിമുലൻറ്റ് ഡ്രഗാണ് എന്നുള്ള പ്രശ്നമാണ്. ഇറ്റ് ആൾസോ യൂസ് ഇലിസിറ്റ്ലി ടു എൻഹാൻസ് കോഗ്നിറ്റീവ് ആൻഡ് അത്ലറ്റിക് പെർഫോമൻസ്. ചില അത്ലറ്റുകൾ അവർക്ക് ഉത്തേജനം കിട്ടുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ് കൂടിയാണ് ഡെക്സ്ട്രോമെഫെറ്റമൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് പിമോസൈഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷനാണ്. ഇത് യൂസ് ചെയ്യുന്നത് സ്കിസോഫ്രീനിയയ്ക്കും ടൊറൈറ്റ് സിൻഡ്രോമത്തിനും വേണ്ടിയാണ്. It's an orally active drug that works by altering brain chemicals to suppress vocal and motor tics. ഒരു വ്യക്തിയിലുണ്ടാകുന്ന സ്കിസോഫ്രീനിയയുടെ പല അവസ്ഥകളെയും ബ്ലോക്ക് ചെയ്യാൻ ഈ പിമോസൈഡിന് കഴിയും. അപ്പോൾ ഇതൊരു ആൻറ്റിസൈഡ് മെഡിക്കേഷൻ ആണെന്ന് ഓർക്കുക കേട്ടോ. ഓപ്ഷനിലെ മറ്റ് ഡ്രഗ് കൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ അടുത്ത ചോദ്യം, റിക്കറന്റ് എപ്പിസോഡ്സ് ഓഫ് അക്യൂട്ട് സിവിയർ ആൻസൈറ്റി ദാറ്റ് ലീഡ് ടു ഫിസിക്കൽ സിംറ്റംസ് ആൻഡ് ഫീലിംഗ് ഓഫ് ഇംപെൻഡിങ് ഡൂം. ഒരാൾക്ക് ആൻസൈറ്റി ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്നു. ഇങ്ങനെ പെട്ടെന്നുണ്ടായത് കാരണമായിട്ട് അയാളിൽ ശാരീരിക അസ്വസ്ഥതകളും മറ്റും ഉണ്ടാകുന്നു. ഇതിന് പറയുന്ന പേര് ഏതാണെന്ന് ചോദിച്ചാൽ പാനിക് ഡിസോർഡർ ആണ് അല്ലേ. ആൻസൈറ്റി ഉണ്ടായി, അത് കാരണമായിട്ട് ശാരീരിക അസ്വസ്ഥതകളിലേക്ക് നയിക്കുന്നതിനെ നമ്മൾ ഓപ്ഷൻ സി പാനിക് ഡിസോർഡർ എന്നാണ് പറയുന്നത്. സെറ്റ് അല്ലേ? സോ ഓപ്ഷനിൽ ബാക്കി ജനറൽ ആൻസൈറ്റി ഡിസോർഡർ പറഞ്ഞിട്ടുണ്ട്, OCD പറഞ്ഞിട്ടുണ്ട്, കൺവേർഷൻ ഡിസോർഡർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ദാറ്റ് പ്രൊഡ്യൂസസ് ഫിയർ, വറി ആൻഡ് കോൺസ്റ്റന്റ് ഫീലിംഗ് ഓഫ് ബീങ് ഓവർവെൽഡ്. ഒരാളിൽ നിരന്തരം പേടി, ദുഃഖം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നതിനാണ് ജനറൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് പെർസിസ്റ്റന്റ് ആൻഡ് അൺറിയലിസ്റ്റിക് വെറി അബൌട്ട് എവറിഡേ തിങ്സ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളോടും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ദുഃഖം ഉണ്ടാകുന്നതിനാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ടൈപ്പാണ് OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്.
It is a mental health condition in which you have frequent unwanted thoughts what cause you to perform repetitive behaviors. അപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ 2 ഭാഗമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകൾ നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു, അത് ഒബ്സസീവാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്യേണ്ടി വരുന്നു, അത് കമ്പൾസീവ്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളും ഇഷ്ടമില്ലാത്ത ചിന്തകളും നിരന്തരം നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു ഡിസോർഡറാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ പാനിക് ഡിസോർഡർ ആണ് നമ്മുടെ ആൻസർ. ഇറ്റ് ഈസ് ആൻ ആൻസൈറ്റി ഡിസോർഡർ. ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് റിപ്പീറ്റഡ് എപ്പിസോഡ്സ് ഓഫ് ഇൻറ്റൻസ് ഫിയർ. നമുക്ക് നിരന്തരം ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാകുന്നു, അത് കാരണം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു, അല്ലെ ചെസ്റ്റ് പെയിന്, അതേപോലെ ശ്വാസത്തിൻ്റെ നിരക്ക് കൂടുക, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അല്ല ഹാർട്ടിൻ്റെ ബീറ്റ്, ഹൃദയമിടിപ്പിൻ്റെ അളവ് കൂടുക, ബ്രീത്ത് എന്ത് ചെയ്യുക, ബ്ലോക്ക് ആവുക, തളർച്ച ഉണ്ടാവുക, വയറുവേദന ഉണ്ടാവുക, ഇതൊക്കെ പാനിക് ഡിസോർഡറിൻ്റെ ഭാഗമാണ്. സെറ്റല്ലേ? ദെൻ ഓപ്ഷൻ ഡിയിലുണ്ടായിരുന്നത് കൺവേർഷൻ ഡിസോർഡറാണ്. കൺവേർഷൻ ഡിസോർഡറിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഫങ്ഷണൽ ന്യൂറോളജിക്കൽ സിംറ്റം ഡിസോർഡർ എന്നും പറയാറുണ്ട്. ഇത് എ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് കോസസ് ഫിസിക്കൽ സിംറ്റംസ് cannot be explained by medical or neurological causes. ഇത് നമുക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് അത് കാരണമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നു, പക്ഷേ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായോ? ഇപ്പോൾ ചില കുട്ടികൾക്ക് പരീക്ഷയെ പേടിയാണ്, പരീക്ഷാ പേടി കാരണം വയറുവേദന ഉണ്ടാകുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു മെഡിക്കൽ കോസ് പറയാനില്ല. അപ്പോൾ അവന് ടെൻഷൻ കാരണമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ടെൻഷൻ കാരണമായിട്ട് ചില ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാകുന്നു, പക്ഷേ അതിന് മെഡിക്കൽ കോസ് ഉണ്ടാവില്ല. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇത് അടുത്തൊരു പ്രാക്ടിക്കൽ ലെവൽ ചോദ്യമാണ്. എ ബോയ് ഹു ഈസ് വെരി പൂവർ ഇൻ ഹിസ് സ്റ്റഡീസ് വാസ് നോട്ട് സ്കോൾഡഡ് ബൈ ഹിസ് ഫാദർ when he secured a pass mark in his exam. This is an example of dash. ഒരു കുട്ടി അത്ര പഠനത്തിൽ നല്ല കുട്ടിയല്ല, ഒരു മോശം നിലവാരം പുലർത്തുന്ന ഒരു കുട്ടി ഒരു പരീക്ഷയ്ക്ക് ജസ്റ്റ് പാസ്സായി. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞില്ല. ഇത് എന്തിന് എക്സാമ്പിളാണ്? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്തു? കുട്ടി പരീക്ഷയ്ക്ക് വിജയിച്ചു. അപ്പോൾ ഇത് ഒരു നല്ല സ്വഭാവമല്ലേ? യെസ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു സ്വഭാവമാണ്. ദെൻ അപ്പോൾ കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്തു? അവനെ വഴക്ക് പറഞ്ഞില്ല. അപ്പോൾ വഴക്ക് പറയുക എന്നുള്ളത് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, അല്ലേ? അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യം അവിടെ ഒഴിവാക്കി. അപ്പോൾ കുട്ടിയിൽ ഒരു നല്ല സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി അവൻ ഇഷ്ടമില്ലാത്ത കാര്യത്തെ ഒഴിവാക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സോ നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് ആൻ അവേഴ്സീവ് സ്റ്റിമുലസ്. നമുക്ക് ഒരു ആൾക്ക് ഇഷ്ടമില്ലാത്ത സ്റ്റിമുലസിനെ ഒഴിവാക്കുക. ഇവിടെ വഴക്ക് പറയുക എന്നുള്ളതാണ് ഇഷ്ടമില്ലാത്തത്. ദെൻ എ ഡിസൈഡ് ബിഹേവിയർ ഈസ് എക്സിഹിബിറ്റഡ്. നമുക്ക് ആവശ്യമുള്ള ഒരു സ്വഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പോൾ വഴക്ക് പറയാതിരുന്നു, എന്തിനു വേണ്ടി? പരീക്ഷയ്ക്ക് നന്നായിട്ട് ജയിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് ജയിക്കുക എന്ന ഡിസൈറബിൾ ബിഹേവിയർ ഉണ്ടാകുന്നതിന് വേണ്ടി അവൻ ഇഷ്ടമില്ലാത്ത കാര്യത്തെ നമ്മൾ ഒഴിവാക്കി. അതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സോ ദെയർ ബൈ ഇൻക്രീസിങ് ദ ലൈക്ലിഹുഡ് ഓഫ് ദാറ്റ് ബിഹേവിയർ ഹാപ്പനിങ് അഗൈൻ. അപ്പോൾ വീണ്ടും അവൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് ജയിക്കാൻ നോക്കും. അപ്പോൾ അച്ഛൻ വഴക്ക് പറയില്ലല്ലോ, ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. ഓക്കെ അല്ലേ? സോ ഇൻ ദിസ് സിനാരിയോ ദ ബോയ്സ് ഫാദർ റിമൂവ്ഡ് ദ പണിഷ്മെൻറ്റ് സ്കോൾഡിങ്. കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്തില്ല? വഴക്ക് പറഞ്ഞില്ല. ബൈ ഗിവിങ് ഹിം എ പാസ് മാർക്ക് ഇൻ എക്സാമിന് അവന് പാസ് മാർക്ക് കിട്ടിയതുകൊണ്ട്. സോ അതുകൊണ്ട് അവൻ വീണ്ടും എക്സാമിന് എന്ത് ചെയ്യും? ഈ ഒരു വഴക്ക് കിട്ടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ദെൻ അടുത്തത് ഫ്ലഡിങ്. ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള മറ്റു പേരുകളാണ് ഫ്ലഡിങ്. ഫ്ലഡിങ് ഇസ് എ തെറാപ്പി ടെക്നിക് യൂസ്ഡ് ടു ട്രീറ്റ് ഫോബിയാസ് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തെറാപ്പി ടെക്നിക്കാണ് ഫ്ലഡിങ്. പഠിച്ചു വെക്കുക. ബൈ എക്സ്പോസിങ് ദ ഇൻഡിവിജ്വൽ ടു ദ ഇൻറ്റൻസ് ഫിയർ ഇൻട്രൊഡ്യൂസിങ് സ്റ്റിമുലസ് റിപ്പീറ്റ്ലി. ഒരു വ്യക്തിയിൽ പേടിയുണ്ടാക്കുന്ന വസ്തുവുമായിട്ട് കൂടുതൽ അടുത്തിടപെടാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ഉയരത്തെ പേടിയുള്ള ആളുകളെ ഉയരമുള്ള സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തിക്കൊണ്ട് അതിനോട് പരസ്പരം പൊരുത്തപ്പെട്ട് അവൻ്റെ ഫോബിയ മാറ്റുന്ന പ്രോസസ്സാണ് ഫ്ലഡിങ്. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ബിഹേവിയർ മോഡിഫിക്കേഷൻ ഓർ പാരൻ്റൽ റെസ്പോൺസസ്. അപ്പോൾ ഇതൊരു ബിഹേവിയർ മോട്ടിവേഷനോ മറ്റൊന്നുമല്ല, ഇതൊരു തെറാപ്പിയാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഓപ്ഷൻ ഡിയിലുണ്ടായിരുന്നത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണ്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഈസ് അനദർ തെറാപ്പി ടെക്നിക്. ഇതും ഒരു തെറാപ്പി ടെക്നിക്കാണ്. യൂസ്ഡ് ടു ഗ്രാജുവലി റെഡ്യൂസ് ആൻസൈറ്റി ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് ഫോബിയ ഉള്ള ആളുകളുടെ ആൻസൈറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. It involves exposing the individual to increasingly anxiety-provoking stimuli while simultaneously teaching relaxation technique. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ
ആളുകൾക്ക് ആൻസൈറ്റി ഉണ്ടാകുന്ന സ്ഥലത്ത് കൊണ്ടു നിർത്തുന്നു. അതോടൊപ്പം തന്നെ അവിടെ അവന് റിലാക്സേഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ടെക്നിക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസൈറ്റി ഉണ്ടാക്കുന്ന സ്റ്റിമുലസ് എക്സ്പോസ് ചെയ്യുന്നു, അതേസമയം തന്നെ റിലാക്സേഷൻ ടെക്നിക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ദിസ് ഈസ് ആൾസോ നോട്ട് ആപ്ലിക്കബിൾ ടു ദിസ് സിനാരിയോ. ഇതും നമ്മുടെ ആൻസറുമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വിച്ച് amongst the following is a hallucinogen that is known as peace pill? പീസ് പിൽ എന്നറിയപ്പെടുന്ന ഹാലൂസിനജൻ. ഹാലൂസിനജൻ എന്ന് പറഞ്ഞാൽ ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന ആളുകളെ ഹാലൂസിനേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾക്കാണ് ഹാലൂസിനജൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ പീസ് പിൽ എന്നറിയപ്പെടുന്ന ഹാലൂസിനജൻ ഓപ്ഷൻ ബി ഫെനൈസൈക്ലിഡിൻ ആണ് കേട്ടോ. അപ്പോൾ ചില ഡ്രഗ്സുകളുടെ ലോക്കൽ നെയിം, സ്ട്രീറ്റ് നെയിം നമ്മൾ പഠിച്ചിരിക്കണം. പീസ് പിൽ എന്നറിയപ്പെടുന്നത് ഫെനസൈക്ലൈപിഡിൻ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഹാലൂസിനജൻ? ഹാലൂസിനജൻ ആൾസോ നോൺ ആസ് സൈക്കഡലിക് ഓർ എൻതോജിയൻ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ആൾട്ടേഴ്സ് പെർസെപ്ഷൻ. നമ്മുടെ പെർസെപ്ഷനെ, നമ്മൾ മനസ്സിലാക്കുന്ന രീതിയെ മാറ്റിക്കൊണ്ട് ഹാലൂസിനേഷനും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്ന, അല്ലെ, കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടുവെന്ന്, കാണാത്ത കാര്യങ്ങൾ കണ്ടുവെന്ന്, ഇല്ലാത്ത സെൻസേഷൻ ഉണ്ടായി എന്ന് തോന്നിക്കുന്ന ഡ്രഗാണ് ഹാലൂസിനേഷൻ. ദീസ് ഡ്രഗ്സ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ച് ആൻ ഇൻഡിവിജ്വൽസ് തോട്ട്സ്, മൂഡ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി. നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് മാറ്റി നമ്മുടെ ചിന്തകളും മൂഡൊക്കെ ചേഞ്ച് ചെയ്യാൻ ഇത്തരം ഡ്രഗ്സിന് കഴിയുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഹാലൂസിനജനാണ് LSD, മേസ്കാലിൻ, ഫൈസിലോസ്കൈബിൻ ആൻഡ് PCP. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, എമംഗ് ദ സൈഡ് എഫക്ട്സ് ഓഫ് ആൻറ്റിഡിപ്രസൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഓട്ടോണമിക് സൈഡ് എഫക്റ്റ്? ആൻറ്റി ഡിപ്രസൻസിന് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓട്ടോണമിക് സൈഡ് എഫക്റ്റ് അല്ലാത്തത്? അല്ലേ, നമ്മുടെ ഓട്ടോമാറ്റിക് റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട സൈഡ് എഫക്റ്റാണ് ഓട്ടോണമിക്. അപ്പോൾ ഏതാണ് ഓട്ടോണമിക് സൈഡ് എഫക്റ്റ് അല്ലാത്തത്? ഡ്രൈ മൗത്ത് നമ്മൾ അറിയാതെ ഉണ്ടാകുന്നതാണ്. ദെൻ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ നമ്മൾ അറിയാതെ ഉണ്ടാകുന്നതാണ്. മൈഡ്രിയാസിസ് അറിയാതെ ഉണ്ടാകുന്നതാണ്. അല്ലേ, സെഡേഷൻ എന്ന് പറയുമ്പോൾ അത് എന്താണ്? നോൺ ഓട്ടോണമിക് സൈഡ് എഫക്റ്റ് അല്ല സെഡേഷൻ. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സോ നമുക്ക് നോക്കാം. ആൻറ്റി ഡിപ്രസൻസ് ക്യാൻ ഹാവ് എ വെറൈറ്റി ഓഫ് സൈഡ് എഫക്ട്സ്. ഇവിടെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദാറ്റ് ദേ ആർ റിലേറ്റഡ് ടു ദ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം. ഓട്ടോണമിക് നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സൈഡ് എഫക്റ്റുകൾ. അപ്പോൾ ഓട്ടോണമിക് നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട സൈഡ് എഫക്റ്റുകളാണ് ഹാർട്ട് റേറ്റിലുള്ള പ്രശ്നങ്ങൾ, ഡൈജഷൻ, അതേപോലെ പ്യൂപ്പിൾ സൈസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ സെഡേഷനും ഡ്രൗസിനെസ്, ഒരാൾക്കുണ്ടാകുന്ന മയക്കം, അത് നമ്മൾ ഓട്ടോണമിക് സൈഡ് എഫക്റ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. While some antidepressants can cause drowsiness, this is generally related to central nervous system effects rather than the autonomic nervous system. So ഇവിടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതല്ല, സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് സെഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സെഡേഷൻ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്തല്ല ANSുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സെറ്റ് അല്ലേ? സോ ദ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം കൺട്രോൾസ് ഇൻവോളണ്ടറി ഫങ്ഷൻസ്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം നമുക്ക് നമ്മുടെ ഐച്ഛികമല്ലാത്ത ഇൻവോളണ്ടറി ഫങ്ഷൻസിനെയാണ് അത് നിയന്ത്രിക്കുന്നത്. വേറസ് ദ CNS ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹയർ ലെവൽ ഫങ്ഷൻസ് ലൈക്ക് കോൺഷ്യസ്നെസ് ആൻഡ് മൂഡ്. CNS നമ്മുടെ ബോധമണ്ഡലത്തിൽ ഹയർ ലെവൽ ഫങ്ഷൻസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സെഡേഷൻ നമ്മുടെ ബോധത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. സോ അത് CNSൽ പെട്ടതാണ്, എന്തല്ല ANSൽ പെട്ടതല്ല. ഓക്കെ അല്ലേ? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. മിസ്റ്റർ എക്സ് ഡെവലപ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രഷൻ. മിസ്റ്റർ എക്സിന് ഡിപ്രഷൻ ഉണ്ടായി, ഏതിനു ശേഷം? ഡിവോഴ്സിന് ശേഷം. ഇത് ഏത് ഫാക്ടറായിട്ട് വരുന്നു? അപ്പോൾ ഡിപ്രഷൻ ഉണ്ടാകാൻ പറ്റുന്ന പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിവോഴ്സ് കാരണമായിട്ടാണ് ഡിപ്രഷൻ ഉണ്ടായത്. അപ്പോൾ ഡിപ്രഷൻ തുടങ്ങാൻ കാരണം എന്താണ്? ഡിവോഴ്സാണ്. സോ അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സിനെ എന്ത് പറയാം? പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയാം. കാരണം പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു സിഗ്നിഫിക്കൻറ്റ് ഇവന്റ് ദാറ്റ് ട്രിഗേഴ്സ് ദ ഓൺസെറ്റ് ഓഫ് എ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ. ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനെ തുടക്കം കുറിക്കുന്ന ഫാക്ടറാണ് പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ. ഇവിടെ ഡിവോഴ്സ് കാരണമായിട്ടാണ് അയാളുടെ സ്ട്രെസ് ഉണ്ടായത്, അതുകൊണ്ട് അത് പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ദെൻ അടുത്തത് പെർപിറ്റുവേറ്റിംഗ് ഫാക്ടർ. ദിസ് റെഫേഴ്സ് ടു സംതിങ് ദാറ്റ് കീപ്സ് എ കണ്ടീഷൻ ഓൺ ഗോയിങ് ആഫ്റ്റർ ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ്. ഒരു കാര്യം തുടങ്ങി അത് തുടർന്ന് പോകാൻ സഹായിക്കുന്ന ഫാക്ടറാണ് പെർപിറ്റുവേറ്റിംഗ് ഫാക്ടർ. ഇവിടെ അത് പെർപിറ്റുവേറ്റിംഗ് ഫാക്ടർ അല്ല. ഓക്കെ അല്ലേ? സോ നമുക്കുണ്ടാകുന്ന ഇമോഷണൽ പെയിൻ, അതൊക്കെയാണ് നമ്മൾ പെർപിറ്റുവേറ്റിംഗ് ഫാക്ടറായിട്ട് പരിഗണിക്കുന്നത്. ദെൻ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ
ദിസ് റെഫേഴ്സ് ടു ആൻ അണ്ടർലൈങ് വൾണറബിലിറ്റി ടു ഓർ റിസ്ക് ഫാക്ടർ ദാറ്റ് മേക്സ് സംവൺ മോർ സസെപ്റ്റബിൾ ടു എ പർട്ടിക്കുലർ കണ്ടീഷൻ. ഒരു അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നതിന് ഇതാണ് പ്രീ ഡിസ്പോസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഡിവോഴ്സ് എന്തല്ല, പ്രീ ഡിസ്പോസിങ് ഫാക്ടർ അല്ല, നമ്മുടെ ഇമോഷനെ ട്രിഗർ ചെയ്തതാണ് അല്ലേ. ദെൻ പേഴ്സണാലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ വ്യക്തി സവിശേഷതയാണ്. വൈൽ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു എ പേഴ്സൺസ് വൾണറബിലിറ്റി ടു ഡിപ്രഷൻ, ഡിവോഴ്സ് ഈസ് എക്സ്റ്റേണൽ ഇവൻറ്റ് ട്രിഗറിങ് ദ ഡിപ്രഷൻ ഇൻ ദിസ് കേസ്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് പേഴ്സണാലിറ്റി ഫാക്ടർ. ഇത് ഡിവോഴ്സ് എന്തല്ല, പേഴ്സണാലിറ്റി ഫാക്ടർ അല്ല. സോ അതുകൊണ്ട് നമുക്കതിനെ പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്നും പറയാൻ കഴിയില്ല. ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ നഴ്സിംഗ് എക്സാമിന് ചോദിച്ചിട്ടുള്ള 10 സൈക്യാട്രി മെൻ്റൽ ഹെൽത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.